രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ പരാതിക്കാരി ഇപ്പോൾ മൊഴി നൽകിയിരിക്കുകയാണ്. രക്ഷപ്പെടാൻ കരഞ്ഞ് കാല് പിടിച്ചിട്ടും ബലാത്സംഗം ചെയ്തുവെന്നാണ് മൊഴിയിൽ പറയുന്നത്. പല പ്രാവശ്യം ഭീഷണിപ്പെടുത്തി വീണ്ടും വിളിച്ചെന്നും പേടി കാരണമാണ് ഇത്രയും നാൾ ഇതാ പുറത്തു പറയാതിരുന്നതെന്നുമാണ് പരാതിക്കാരിയുടെ മൊഴി. SP പൂങ്കുഴലിയാണ് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൊഴിയും ഡിജിറ്റൽ തെളിവുകളും ഇതിനോടകം തന്നെ കോടതിയിൽ നൽകി എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് പരാതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഔട്ട് ഹൗസിൽ എത്തിച്ചായിരുന്നു പീഡനമെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. ആക്രമിക്കാനാണ് ശ്രമമെന്ന് അറിഞ്ഞതോടുകൂടി പെൺകുട്ടി കരഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നും തന്നെ ബലാത്സംഗം ചെയ്യാൻ പോവുകയാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് തനിക്കെതിരെ ആക്രമിക്കാൻ എത്തിയതെന്നും പെൺകുട്ടി മൊഴി നൽകിയതായുള്ള വിവരമാണ് റിപ്പോർട്ടിൽ ചേർത്തിരിക്കുന്നത്. ശരീരത്തിൽ നിരവധി മുറിവുകൾ ഉണ്ടായതായും പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. തന്റെ വീട്ടിലെ സാഹചര്യത്തിൽ ഇക്കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റാതിരുന്ന അവസ്ഥയായതുകൊണ്ടായിരുന്നു പരാതി ഇത്രയും നാൾ നൽകാതിരുന്നത്. മാത്രമല്ല ഭീഷണിയുമായി തുടരെ വിളിച്ചിരുന്നുവെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി ബന്ധം സ്ഥാപിച്ച ശേഷം സംസാരിക്കാൻ എന്ന പേരിൽ ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോയി ഐ വോണ്ട് ടു റേപ്പ് യു എന്ന് ആവർത്തിച്ചുകൊണ്ടാണ് അതിക്രൂര ലൈംഗിക പീഡനത്തിന് പെൺകുട്ടിയെ ഇരയാക്കിയതെന്നാണ് മൊഴി. ശരീരമാസകലം മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗികാതിക്രമമായിരുന്നു നടന്നത്. പാനിക് അറ്റാക്കും ശ്വാസം മുട്ടലും അനുഭവപ്പെട്ടിട്ടും ലൈംഗികാതിക്രമം തുടർന്നു. പിന്നീട് വിവാഹം ചെയ്യാനാകില്ല എന്നറിയിച്ചു. വീണ്ടും ബന്ധം പുനഃസ്ഥാപിക്കാൻ രാഹുൽ പിന്നാലെ നടന്നു. ഫോൺ എടുക്കാതിരുന്നപ്പോഴൊക്കെ തെറി വിളിച്ചു. വീടിന്റെ പരിസരത്തേക്ക് കാറുമായി വന്ന് കൂടെ പോരാൻ പലവട്ടം ആവശ്യപ്പെട്ടു. രാഹുലിനെ ഭയമാണ് എന്നാണ് ഇരയായ പെൺകുട്ടി നൽകിയ മൊഴിയിൽ പറയുന്നത്. നേരത്തെ തനിക്ക് നേരിട്ട ക്രൂര പീഡനം വിശദീകരിച്ചുകൊണ്ട് കേരളത്തിന് പുറത്തു താമസിക്കുന്ന ഒരു 23-കാരി കോൺഗ്രസ് നേതൃത്വത്തിന് ഇമെയിൽ അയക്കുകയായിരുന്നു. തുടർന്ന് KPCC നേതൃത്വം പരാതി DGPക്ക് കൈമാറിയിരുന്നു. പരാതിയിൽ അതിജീവിതയുമായി ബന്ധപ്പെട്ട ശേഷം പോലീസ് കേസെടുക്കുകയാണ് ഉണ്ടായത്. താനുമായി വർഷങ്ങളായി പരിചയമുണ്ടായിരുന്ന രാഹുൽ വിവാഹ അഭ്യർത്ഥന നടത്തി ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു എന്നായിരുന്നു വെളിപ്പെടുത്തൽ. അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ സുഹൃത്തിന്റെ ഹോം സ്റ്റേയിൽ എത്തിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങൾ പോലീസിന് നൽകിയ മൊഴിയിലും ആ അതിജീവിത ആവർത്തിച്ചു എന്നാണ് വിവരങ്ങൾ.